നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് HTML കുറച്ച് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആണ്. സോ നമ്മളിവിടെ ഒരു ലേൺ HTML എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്. അതുപോലെ ലേൺ വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ലേൺ വെബ് ഡെവലപ്പ് എന്ന് പറയുന്നത് ബോൾഡ് ആക്കണമെങ്കിൽ നമ്മളിവിടെ ബി ടാഗ്, അതായത് ബി എന്ന് പറയുന്ന ടാഗിനുള്ളിൽ നമ്മുടെ ഈ കണ്ടൻറ്റ് എഴുതുക. ഞാൻ കട്ട് ചെയ്ത് ഇതിനുള്ളിൽ എഴുതുന്നു. ശേഷം ഞാൻ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വെബ് ഡെവലപ്മെൻറ്റ് എന്ന് ബോൾഡ് ആയി കഴിഞ്ഞു. സോ നമ്മൾ ബോൾഡ് ആക്കുന്നതിന് ബി ടാഗ് ഉപയോഗിക്കുന്നു. സോ എനിക്ക് ഇനി ഈ ഡെവലപ്മെൻറ്റ് എന്ന് മാത്രമാണ് ബോൾഡ് ആക്കേണ്ടതെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റിനെ നമ്മൾ ബി ടാഗിനുള്ളിൽ കൊണ്ടുവരിക. സോ ഇതുപോലെ ബി ടാഗിനുള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശേഷം നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് മാത്രം നമുക്ക് ബോൾഡ് ആവുന്നതാണ്. അതുപോലെ നമുക്ക് ഇറ്റാലിക് ആക്കണമെങ്കിൽ നമ്മൾ ഐ എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഐ എന്ന് പറയുന്ന ഇതുപോലൊരു എലമെൻറ്റ് യൂസ് ചെയ്യുന്നു. ശേഷം നമ്മൾ നമ്മുടെ പേജ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റാലിക്കായി മാറിയിരിക്കുന്നു. സോ ഇറ്റാലിക് ആകുന്നതിന് വേണ്ടി നമുക്ക് ഐ ടാഗ് അഥവാ ഈ ഇറ്റാലിക് എലമെൻറ്റ് എന്ന് പറയുന്ന ഐ എലമെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് മാർക്ക്ഡ് ടെക്സ്റ്റ് ആണ്. സോ നമുക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിന് നമുക്ക് ഈ മാർക്ക്ഡ് ടെക്സ്റ്റ് ഉപയോഗിക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് മാർക്ക് എന്ന് കൊടുക്കുക. മാർക്ക് എന്ന് കൊടുത്ത് ആ ടാഗ് എലമെൻറ്റ് ക്ലോസ് ചെയ്യുക. മാർക്ക് ഇതുപോലെ മാർക്ക് എന്ന്. സോ നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ശേഷം നമുക്ക് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു ഭാഗം നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇതുപോലെ നമുക്കൊരു ടെക്സ്റ്റ് മാർക്ക് ചെയ്യുന്നതിന് നമുക്ക് ഈ മാർക്ക് എലമെൻറ്റ് അഥവാ ഈ മാർക്ക് ടാഗ് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് സ്മോൾ ആണ്. സോ ഞാനിവിടെ ഈ തൽക്കാലം ഇതോടെ ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ മാർക്ക് ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം ഞാൻ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുന്നു. സോ നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് കാണാൻ കഴിയും. ഇനി ഇതിൽ ഞാൻ വെബ് എന്ന് പറയുന്നത് കുറച്ച് അതിൻ്റെ ടെക്സ്റ്റ് കുറച്ച് ചെറുതാക്കുന്നു. അതിന് ഞാനിവിടെ സ്മാൾ എന്ന് പറയുന്നൊരു എലമെൻറ്റ് അഥവാ ഈ സ്മോൾ ടാഗ് ഉപയോഗിക്കുന്നു. ശേഷം അതിനുള്ളിൽ ഞാൻ ഈ വെബ് എന്ന് പറയുന്ന കണ്ടൻറ്റ് കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം വെബ് എന്ന് പറയുന്നത് കുറച്ച് മറ്റുള്ള ടെക്സ്റ്റിനേക്കാളും കുറച്ച് ചെറുതായിരിക്കും. അടുത്തതായി വരുന്നതാണ് ഡിലീറ്റ് ഡെൽ എലമെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡിലീറ്റഡ് ടെക്സ്റ്റിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മളിവിടെ ലേൺ വെബ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ HTML എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേൺ വെബ് HTML എന്ന് കാണാം. നമുക്കിനി HTMLൻ്റെ നടുവിലായിട്ട് സെൻട്രലായിട്ട് നമുക്കൊരു ക്രോസ് ലൈൻ വേണം ഡിലീറ്റ് ചെയ്തതായി സൂചിപ്പിക്കുന്നതിന് വേണ്ടി. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഡെൽ ടാഗ് എന്ന് പറയുന്ന ഈ ടാഗാണ്. ശേഷം നമ്മൾ HTML എന്ന് പറയുന്ന ടെക്സ്റ്റിനെ നമ്മൾ ഡെൽ ടാഗിനുള്ളിൽ കൊണ്ടുവരിക. ശേഷം നമ്മൾ സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം HTML എന്ന് പറയുന്നത് HTML എന്ന് പറയുന്ന വേർഡിന് മുകളിലൂടെ ഒരു ക്രോസ് ലൈൻ വരുന്നതായിരിക്കും. സോ ആ ഒരു വേർഡ് ആ ഒരു ടെക്സ്റ്റിനെ ഡിലീറ്റ് ചെയ്ത ടെക്സ്റ്റായി സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഡെൽ എലമെൻറ്റ് ഉപയോഗിക്കാം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഒരു ഇൻസേർട്ടഡ് എലമെൻ്റ് ആണ്. അതായത് നമുക്കൊരു ഇൻസേർട്ടഡ് ടെക്സ്റ്റിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് ബേസിക്കലി ഉണ്ടാകുന്നത് ഒരു അണ്ടർലൈൻ ആയിരിക്കും. സോ നമ്മളിവിടെ ലേൺ വെബ് ആൻഡ് നമ്മളിവിടെ INS എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൊടുത്ത ശേഷം അതിനുള്ളിൽ ക്ലൗഡ് എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ കൺട്രോൾ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ ഇൻസേർട്ട് എലമെൻറ്റ് ഉപയോഗിച്ച ക്ലൗഡ് എന്ന ടെക്സ്റ്റിന് ഒരു അണ്ടർലൈൻ ലഭിച്ചായി നിങ്ങൾക്ക് കാണാം. ഇതുപോലെ നമുക്ക് INS ഇൻസേർട്ട് എലമെൻറ്റ് ഉപയോഗിച്ച് ഒരു ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്ത ഒരു ടെക്സ്റ്റിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു INS എലമെൻറ്റ് ഉപയോഗിക്കാം. സോ അത് ബേസിക്കലി നമ്മൾ കാണുന്നത് ഇതുപോലെ ഒരു അണ്ടർലൈൻ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് ടെക്സ്റ്റ് ആണ്. സൂപ്പർ സ്ക്രിപ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് ടെക്സ്റ്റ് നമ്മളുടെ നോർമൽ ടെക്സ്റ്റിൽ നിന്നും കുറച്ച് മുകളിലോട്ടായിരിക്കും ഇരിക്കുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ A+B ഹോൾ സ്ക്വയർ ഈക്വൽ ടു A² പ്ലസ് 2AB പ്ലസ് B². സോ നമ്മൾ ഈ ഫോർമുല എഴുതുമ്പോൾ നമുക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം നമ്മൾ ഈ ഫോർമുല എഴുതുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് ഈ 2 എന്ന് പറയുന്നത് സ്ക്വയർ കുറച്ച് മുകളിലോട്ടായിട്ടാണ്. അതുപോലെ A² 2 മുകളിലോട്ടായിട്ടാണ്. B² 2 കുറച്ച് മുകളിലോട്ടായിട്ടാണ്. സോ ഇങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് നോർമൽ ടെക്സ്റ്റിൽ നിന്നും കുറച്ച് മുകളിലോട്ടായി കൊടുക്കുന്നതിനാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എലമെൻറ്റ് ഉപയോഗിക്കുന്നത്. സോ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് മുകളിലോട്ട് വേണ്ട ആ ടെക്സ്റ്റിനെ നമ്മൾ SUP എലമെൻറ്റിനുള്ളിൽ എഴുതുക. സോ നമ്മുടെ എലമെൻറ്റിൻ്റെ പേര് SUP അഥവാ സൂപ്പർ സ്ക്രിപ്റ്റ് എലമെൻറ്റ്. സോ ആദ്യത്തെ 2വിനെ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് ഇതിനുള്ളിൽ കൊടുക്കുന്നു. SUP എലമെൻറ്റിനുള്ളിൽ കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഇത് നമുക്കിപ്പോൾ പ്രോപ്പറായ രീതിയിൽ വന്നു. അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് കൊടുക്കാം. ഞാൻ SUP ഈ രണ്ട് ഇവിടുന്ന് എടുത്ത് SUP എലമെൻറ്റിന് ഉള്ളിൽ കൊടുക്കുന്നു. അതുപോലെ ഇത് ഇവിടുന്ന് കോപ്പി ചെയ്ത് B² ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം സേവ് ചെയ്ത് നമുക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ
എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഈ സ്ക്വയർ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നതിന് നമുക്ക് ഈ സൂപ്പർസ്ക്രിപ്റ്റ് എലമെൻറ്റ് അഥവാ SUP എലമെൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് സബ്സ്ക്രിപ്റ്റ് എലമെൻറ്റ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ സാധാരണ ലൈനിൽ നിന്നും കുറച്ച് താഴോട്ട് നമുക്ക് ഒരു ടെക്സ്റ്റ് ലഭിക്കുന്നതിനാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എലമെൻറ്റ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഒരു ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല H2O നമ്മൾ എഴുതുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഇത് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. സോ നമുക്കെല്ലാവർക്കും അറിയാം E2 എന്ന് പറയുന്നത് കുറച്ച് താഴോട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നിൽക്കണം. സോ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എലമെൻ്റാണ് SUB എലമെൻറ്റ്. സോ നമുക്ക് 2-നെയാണ് സബ്സ്ക്രിപ്റ്റായി കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ ആ 2-നെ SUB എലമെൻറ്റിനുള്ളിൽ കൊണ്ടുവരുന്നു. ഞാൻ 2-നെ കട്ട് ചെയ്ത് SUB എലമെൻറ്റിനുള്ളിൽ കൊണ്ടുവരുന്നു. ശേഷം ഞാൻ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം എനിക്ക് H2A എന്നുള്ളത് നല്ല പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ ഒരു ടെക്സ്റ്റിനെ സബ്സ്ക്രിപ്റ്റായി എഴുതുന്നതിന് നമ്മൾ SUB എലമെൻറ്റ് ഉപയോഗിക്കുന്നു, സബ് എലമെൻറ്റ്. അതുപോലെ സൂപ്പർസ്ക്രിപ്റ്റായി എഴുതുന്നതിന് SUP എലമെൻറ്റ് അഥവാ സൂപ്പർസ്ക്രിപ്റ്റ് എലമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്ട്രോങ് എലമെൻ്റ് ആണ്. അതായത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി, ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. സോ ഉദാഹരണമായി എനിക്കിവിടെ ഈ വെബ് എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ടെക്സ്റ്റായി കൊടുക്കണം. സോ അതിനെ ഞാൻ സ്ട്രോങ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനുള്ളിൽ കൊണ്ടുവരുന്നു. സോ ഞാനിവിടെ വെബ് എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം വെബ് എന്ന് പറയുന്നത് ഒരു ബോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷേ ബ്രൗസർ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ടെക്സ്റ്റ് ആയിട്ടാണ്. സോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോൾഡിൻ്റെയും സ്ട്രോങ്ങിൻ്റെയും എഫക്റ്റ് ഒരുപോലെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ മറ്റൊരു എലമെൻ്റാണ് എംഫസൈസ്ഡ് എലമെൻറ്റ്. എംഫസൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി, ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. സോ ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് EM എലമെൻ്റ് ആണ്. സോ ഞാനിവിടെ ഡെവലപ്മെൻറ്റ് എന്നുള്ളതിനെ ഞാൻ എംഫസൈസ്ഡ് ടെക്സ്റ്റ് ആക്കുന്നു. സോ ഞാനിവിടെ EM എന്നതിനുള്ളിൽ EM എന്ന് പറയുന്ന എലമെൻറ്റിനുള്ളിലോട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എംഫസൈസ്ഡ് ടെക്സ്റ്റായി മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അത് ഇറ്റാലിക് പോലെയാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ഇത് ബ്രൗസർ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു എംഫസൈസ്ഡ് ടെക്സ്റ്റ് ആയിട്ടാണ്. സോ നമ്മൾ ഒരു സ്ക്രീൻ റീഡറും മറ്റും ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാവുകയുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബ്ലോക്ക് കോട്ട് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ്. സോ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് മറ്റുള്ള വെബ്സൈറ്റിൽ നിന്നും എന്തെങ്കിലും നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു എലമെൻ്റാണ് ബ്ലോക്ക് കോട്ട് എന്ന് പറയുന്നത്. സോ ഉദാഹരണമായി ഞാനിവിടെ ഒരു പാരഗ്രാഫ് HTML5 കുറിച്ചിട്ടുള്ള കുറച്ച് ടെക്സ്റ്റ് ഞാൻ വിക്കിപീഡിയയിൽ നിന്നും ഇതുപോലെ ഈ ഒരു ഭാഗത്തു നിന്നും കോപ്പി ചെയ്ത് വിക്കിപീഡിയയുടെ ഈ സൈറ്റിൽ നിന്നും കോപ്പി ചെയ്തു എൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ പാരഗ്രാഫ്. സോ നമുക്ക് വ്യൂവിൽ പോയതിന് ശേഷം വേർഡ് റാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാരഗ്രാഫ് ഇതുപോലെ മുഴുവനായും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ടോഗിൾ വേർഡ് റാപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒറ്റ ലൈനിലായിരിക്കും വരിക, ടെക്സ്റ്റ് റാപ്പിംഗ് ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ ടോഗിൾ വേർഡ് റാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഈ ഒരു നമുക്ക് മുഴുവനായിട്ടും കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു കണ്ടൻറ്റ് ഞാൻ വിക്കിപീഡിയയിൽ നിന്നും ഇപ്പോൾ കോപ്പി ചെയ്തതാണ്. സോ ഇതിനെ ഞാൻ ബ്ലോക്ക് കോട്ട് എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റിനുള്ളിൽ കൊടുക്കുന്നു. സോ ഇതിൻ്റെ എൻഡ് ടാഗ് ഞാൻ പാരഗ്രാഫിൻ്റെ അവസാനം കൊടുക്കുന്നു. സോ ഇത്രയും ഒരു കണ്ടൻറ്റ് നമ്മൾ ഇപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ളത് HTML നിന്നാണ്. സോ ഞാനിവിടെ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം സോ നമ്മുടെ HTML എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. സോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നു. സോ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുന്നു. സോ നമ്മൾ ഈ കോട്ട് ചെയ്ത ഭാഗം നമ്മുടെ സാധാരണ ലൈനിൽ നിന്നും കുറച്ച് പ്രത്യേകമായിട്ട് ഫോർമാറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. സോ ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇതിൽ കുറച്ച് ആട്രിബ്യൂട്ട് കൊടുക്കാൻ സാധിക്കും. ഉദാഹരണമായി ഇത് നമ്മൾ എവിടെ നിന്നാണ് കോപ്പി ചെയ്തത്. സോ നമ്മളിവിടെ സൈറ്റ് ഈക്വൽ ടു ഇതുപോലെ ഒരു ബ്ലോക്ക് കോട്ടിനുള്ളിൽ നമുക്ക് നമ്മുടെ സൈറ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതിനുള്ളിൽ നമ്മൾ വിക്കിപീഡിയയുടെ സൈറ്റ് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് നമ്മൾ റിഫ്രഷ് ചെയ്യുന്നു. സോ നമുക്ക് പ്രത്യേകമായിട്ട് ഇവിടെ ഒന്നും കാണാൻ കഴിയില്ല. പക്ഷേ ബ്രൗസറിനെ സംബന്ധിച്ചിടത്തോളം ബ്രൗസറിനറിയാം ഈ ഒരു കണ്ടൻറ്റ് ഏതൊരു വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തതെന്ന്. സോ ഇത്തരത്തിൽ നമ്മൾ വേറൊരു വെബ്സൈറ്റിൽ നിന്നും റെഫർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു വെബ്സൈറ്റിൽ നിന്നും കൊടുത്തിട്ടുള്ള കണ്ടൻറ്റിൻ്റെ റെഫറൻസ് കൊടുക്കുന്നതിന് നമുക്ക് ഈ ബ്ലോക്ക് കോട്ട് എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സൈറ്റ് എലമെൻ്റ് ആണ്. സൈറ്റ് എലമെൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരാൾ എഴുതിയ പുസ്തകം അല്ലെങ്കിൽ കവിതയോ അല്ലെങ്കിൽ സിനിമയോ കുറിച്ച് നമ്മൾ നമ്മുടെ വെബ് പേജിൽ കൊടുക്കുന്നതിന് നമുക്ക് ഈ സൈറ്റ് എലമെൻറ്റ് ഉപയോഗിക്കാം. സോ ഉദാഹരണമായി നമ്മൾ അറിയാം
വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ബാല്യകാലസഖി. സോ അത് നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മുടെ വെബ് പേജിൽ കൊടുക്കാമെന്ന് നോക്കാം. സോ ഞാനിവിടെ ഒരു പാരഗ്രാഫ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ ഞാനൊരു സൈറ്റ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സൈറ്റ് എലമെൻറ്റിനുള്ളിൽ ഞാൻ ബാല്യകാലസഖി, അതായത് ആ പുസ്തകത്തിൻ്റെ പേര് കൊടുക്കുന്നു, ബാല്യകാലസഖി. അതിനുശേഷം ഞാൻ ഇത് എഴുതിയ ആളുടെ പേര് വൈക്കം മുഹമ്മദ് ബഷീർ. ശേഷം ഞാൻ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ബാല്യകാലസഖി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇറ്റാലിക് ഫോർമാറ്റിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇത് നമ്മൾ നോർമൽ ഫോർമാറ്റിൽ വരുന്നു. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബ്രൗസറിനറിയാം ഇത് ഒരു ക്രിയേറ്റീവ് വർക്കാണ്, ഇത് എഴുതിയ ആൾ വൈക്കം മുഹമ്മദ് ബഷീർ ആണെന്ന്. സോ ഇത്തരം ക്രിയേറ്റീവ് വർക്ക് നമ്മൾ കൊടുക്കുന്നതിന് നമുക്ക് ഈ സൈറ്റ് എലമെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്.